Hi friends, how are you? I am Abhi Jose. Today we are going to discuss some topics related with chemistry. ഒരവധിക്കാലം അങ്ങനെ കഴിഞ്ഞുപോയി പെട്ടെന്ന് അല്ലേ? എന്നാൽ ഒരല്പം നിരാശയോടെയാണ് അത് കടന്നുപോയത്. വീട്ടിലിരുന്ന് നാം എല്ലാം മടുത്തു. സാധാരണ വീട്ടിലിരിക്കുമ്പോൾ അമ്മയും അച്ഛനും ഒക്കെ കുട്ടികളെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, ഇവനൊന്നും പറഞ്ഞാൽ കേൾക്കാറില്ല, ഇവളൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല. ആക്ച്വലി നാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട്, എന്നാൽ അനുസരിക്കാൻ പറ്റാറില്ല. ശരിയല്ലേ? നാം കേൾക്കുകയോ കാണുകയോ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചിലത് ഓർക്കാൻ നമുക്ക് കഴിയുന്നു, എന്നാൽ ചിലത് ഓർക്കാൻ കഴിയാറില്ല. ഈ കാര്യങ്ങളെ രണ്ട് കെമിസ്ട്രിയിലെ ടേമുകൾ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ആ ടേമുകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നാം പഠിക്കാൻ പോകുന്നത്. ആ പേരുകൾ ഇവയാണ്: അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ, അബ്സോർപ്ഷൻ എന്നീ രണ്ട് വേർഡുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ വേർഡ് പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്, അബ്സോർപ്ഷൻ. എന്നാൽ ഇത് അത്ര ഫെമിലിയർ അല്ല, അല്ലേ? അഡ്സോർപ്ഷൻ എന്നാൽ എന്താണ്? The definition is accumulation of substance into surface. It is known as adsorption. Accumulation of a substance into the surface of another. Please note the word surface. Surface of another. That is adsorption. But what about absorption? It is similar, but accumulation into the bulk. Bulk of another. Accumulation into the bulk of another. Please note the word bulk. These are the definitions of the adsorption and absorption. നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഒരു സ്പോഞ്ചിലേക്ക് അല്പം വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് വെച്ച് ഒരു ഡെസ്ക് തുടയ്ക്കുക. ഈ സ്പോഞ്ച് വെച്ച് ഡെസ്ക് തുടയ്ക്കുമ്പോൾ, വെള്ളമുള്ള ഒരു ഡെസ്കിൽ തുടയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിലെ വേസ്റ്റ് ആയ പാർട്ടിക്കിൾസ് സ്പോഞ്ചിന്റെ അല്ലെങ്കിൽ തുണിയുടെ സർഫസിലേക്ക് ഇൻടേക്ക് ചെയ്യപ്പെടും. എന്നാൽ വെള്ളം ഉണ്ടെങ്കിൽ അത് മൊത്തം ആ തുണിയെ നനയ്ക്കും, അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കപ്പെടും. സർഫസിൽ മാത്രം പാർട്ടിക്കിൾസ് പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ പ്രോസസ്സിനെ, തുണിയിൽ വേസ്റ്റ് ആയ പാർട്ടിക്കിൾ പുറമെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ പ്രോസസ്സിനെ നമുക്ക് അഡ്സോർപ്ഷൻ എന്ന് വിളിക്കാം. ഉള്ളിലേക്ക് വെള്ളം തുണിയിൽ മൊത്തത്തിൽ ഉള്ളിലേക്ക് കയറുന്നതിനെ നമുക്ക് അബ്സോർപ്ഷൻ എന്ന് വിളിക്കാം. ഓർത്തിരിക്കേണ്ട ഒരു വേർഡാണ് സർഫസ്. അഡ്സോർപ്ഷനുമായി ബന്ധപ്പെട്ട് രണ്ട് സബ് വേർഡ്സും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തേത് അഡ്സോർബന്റ്. അഡ്സോർബന്റ്. രണ്ടാമത്തേത് അഡ്സോർബേറ്റ്. അഡ്സോർബേറ്റ്. എന്താണ് അഡ്സോർബന്റ്? ഏത് സർഫസിലേക്കാണോ അഡ്സോർപ്ഷൻ നടക്കുന്നത് ആ സർഫസിനെ നാം വിളിക്കുന്ന പേരാണ് അഡ്സോർബന്റ്. നാം നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലെ തുണിയാണ് സർഫസ്. അതിലേക്കാണ് വെള്ളമാണെങ്കിലും വേസ്റ്റ് പാർട്ടിക്കിൾ ആണെങ്കിലും ഇൻടേക്ക് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ആ സർഫസിനെ നമുക്ക് എന്ത് വിളിക്കാം? അഡ്സോർബന്റ് എന്ന് വിളിക്കാം. എന്താണോ ഇൻടേക്ക് ചെയ്യപ്പെട്ടത്, വേസ്റ്റ് പാർട്ടിക്കിൾ ആണ് തുണിയുടെ സർഫസിലേക്ക് ഇൻടേക്ക് ചെയ്യപ്പെട്ടത്, ആ വേസ്റ്റ് പാർട്ടിക്കിൾ നമുക്ക് എന്ത് ചെയ്യാം? അഡ്സോർബേറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, സബ്സ്റ്റൻസ് is to be accommodated. It is known as adsorbate. അഡ്സോർപ്ഷനിൽ പഠിച്ച രണ്ട് വേർഡ്സ് ആണ് അഡ്സോർബന്റും അഡ്സോർബേറ്റും. എന്താണ് അഡ്സോർബന്റ്? അത് സർഫസ് ആണ്. അഡ്സോർബേറ്റ് എന്താണ്? ഇൻടേക്ക് ചെയ്യപ്പെട്ട മെറ്റീരിയൽ ആണ് അഡ്സോർബേറ്റ്. മെറ്റീരിയൽ which accumulated. Is it clear? അഡ്സോർപ്ഷനുമായി ബന്ധപ്പെട്ട 5 കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഡ്സോർപ്ഷനുമായി ബന്ധപ്പെട്ട 5 കാര്യങ്ങൾ.
ഒന്നാമത്തേത് എന്താണ് absorption? What is absorption? And second topic, difference between adsorption and absorption. Adsorption and absorption. Third topic, application of adsorption. Adsorption. Fourth topic, mechanism of adsorption. And fifth topic, sorption. ഇതിൽ ആദ്യത്തെ എന്താണ് അഡ്സോർപ്ഷൻ എന്ന് നാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ് അഡ്സോർപ്ഷൻ എന്നത്? എന്നാൽ അബ്സോർപ്ഷൻ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ? നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒറ്റ നോട്ടത്തിൽ ഇവ തമ്മിൽ ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. അഡ്സോർപ്ഷനിൽ ഡി ആണ്, എന്നാൽ അബ്സോർപ്ഷനിൽ ബി എന്ന വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് മാത്രമല്ല അവർ തമ്മിലുള്ള വ്യത്യാസം. ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ജസ്റ്റ് കൺസിഡർ ആൻ എക്സാമ്പിൾ. We are celebrating anniversaries and some of us birthdays. മിക്കവാറും ഒരു ക്രീം കേക്ക് കട്ട് ചെയ്താണ് നമ്മളിത് ആഘോഷിക്കാറ്, അല്ലേ? ഇതുപോലൊരു കേക്കൊക്കെ മുറിക്കും, അതിലൊരു പീസ് നമുക്ക് കിട്ടും. നമ്മളിത് കഴിക്കുക മാത്രമല്ല, ഇതിലെ കുറച്ച് ക്രീമൊക്കെ എടുത്ത് നമ്മൾ ഈ പറയുന്ന ബർത്ത്ഡേ ആഘോഷിക്കുന്നയാളുടെയോ ആനിവേഴ്സറി ആഘോഷിക്കുന്നയാളുടെയോ നമ്മുടെ കൂട്ടുകാരുടെയോ ഒക്കെ മുഖത്ത് തേക്കും, ഇല്ലേ? ഇതുപോലെ സർഫസിൽ മാത്രമാണ് നാം തേക്കുന്നതെങ്കിൽ ഇത് അഡ്സോർപ്ഷൻ ആണ്. അഡ്സോർപ്ഷൻ കാരണം ഇത് സർഫസിലേക്ക് മാത്രമാണ് ഇൻടേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ നമ്മളിത് അല്പം എടുത്ത് കഴിക്കും, ഇതുപോലെ, അല്ലേ? ഉള്ളിലേക്ക് എത്തിക്കും. അങ്ങനെ ഉള്ളിലേക്ക് ഇൻടേക്ക് ചെയ്യപ്പെടുന്ന ആ പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? അബ്സോർപ്ഷൻ എന്ന് വിളിക്കാം. ആദ്യത്തെ സർഫസിലാണ്, രണ്ടാമത്തത് ബൾക്ക് ഫിനോമിനയാണ്. വാട്ട് ഈസ് ദ സെക്കൻഡ് ഡിഫറൻസ്? എൻ്റെ മുഖത്ത് ഈ സൈഡിൽ മാത്രമേ ക്രീം ഉള്ളൂ, അല്ലേ? ഈ സൈഡിൽ ഒന്നുമില്ല. ഡിസ്ട്രിബ്യൂഷൻ ഒരിക്കലും യൂണിഫോം അല്ല. ഒരു സ്ഥലത്ത് കട്ട കൊടുത്തിരിക്കുന്നുണ്ട്, ശരിയല്ലേ? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾ ഈസ് നോട്ട് യൂണിഫോം ഇൻ ദ കേസ് ഓഫ് അഡ്സോർപ്ഷൻ. വാട്ട് അബൌട്ട് അബ്സോർപ്ഷൻ? ഞാനത് ഉള്ളിൽ കഴിച്ചു, വായിൽ മൊത്തമായി, അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന എനർജി മൊത്തം ബോഡിക്കാണ് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത് ഒരുപോലെ. Distribution of particle is uniform in the case of absorption. That is the second difference. In the case of adsorption, distribution of particle is not uniform. In the case of absorption, the distribution of particle is uniform. ഞാൻ ക്രീം കേക്ക് എടുത്ത് പെട്ടെന്ന് തേച്ചു പോയി, ശരിയല്ലേ? തേച്ചിട്ട് നോക്കിയാൽ ഓടും, ശരിയല്ലേ? റാപ്പിഡ് ആണ്. Intake of molecule at the initial state is rapid. Rate is rapid. But in case of absorption, നമ്മൾ വായിലിട്ട് ചവയ്ക്കും, അത് ഡൈജസ്റ്റ് ചെയ്യും, അതിൽ നിന്നുള്ള എനർജി നമ്മുടെ ബോഡിക്ക് കൺസ്യൂം ചെയ്യും. ഒരു ടൈം പ്രോസസ് എടുക്കുന്നതാണ്, പ്രൊസീജിയറാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരേ സമയത്ത് പോകുന്നതാണ്. റേറ്റ് ഈസ് യൂണിഫോം ഇൻ കേസ് ഓഫ് അബ്സോർപ്ഷൻ. നമുക്കിതൊന്നാണ് തരം തിരിച്ച് ഒന്ന് എഴുതാം. First case is absorption. And second case is adsorption. What is the first point in absorption? Absorption is a surface phenomena. Okay. What about absorption? It is a bulk phenomenon. Okay. What is the second point about adsorption? Yeah, distribution of particle is not uniform. Distribution of particle is not uniform. What about absorption? Distribution of particle is uniform.
distribution of particle is uniform. What of the third point? Rate is rapid at initial. But in case of absorption, the rate is uniform. Rate is uniform. Okay. നമ്മൾ ഓർത്തിരിക്കേണ്ട ചില വേർഡ്സ് മാത്രം അണ്ടർലൈൻ ചെയ്യാം. സർഫസ് ബൾക്ക്, യൂണിഫോം, particle is non-uniform, not uniform, right? Not uniform. In case of absorption, it is uniform. Adsorption, rate is rapid at initial, but in case of absorption, rate is again uniform. These are the main difference in between absorption and adsorption. What's our next topic? Sorry, our third topic is application of adsorption. Application of adsorption. നാം പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ളവയാണ്, ഉപയോഗപ്പെടുത്തുന്നവയാണ്. What is the application of adsorption? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അഡ്സോർപ്ഷൻ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭം? ഞാൻ ആദ്യമേ ടേബിൾ തുടയ്ക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു. അത് നമ്മൾ നാച്ചുറലായി ഉപയോഗിക്കുന്ന കാര്യം, ചെയ്യുന്നൊരു കാര്യമാണ്. എന്നാൽ അഡ്സോർപ്ഷൻ്റെ തിയറി ഇംപ്ലിമെൻ്റ് ചെയ്ത് നമുക്ക് യൂസ്ഫുൾ ആയ മാനറിൽ അത് മാറ്റാൻ കഴിയുന്ന ഏതെങ്കിലും സിറ്റുവേഷൻസ്. പുതിയ ചെരുപ്പോ ബാഗോ ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലൊരു വെള്ള കവർ കിട്ടും. അതിൻ്റെ ഉള്ളിൽ കിടന്ന് സിലിക്കൺ ജെൽ എന്നതാണ് ഈ സാധനം. എന്തിനാണ് ഈ ബാഗിലും ചെരുപ്പിലും ഒക്കെ സിലിക്കൺ ജെൽ ഉപയോഗിക്കുന്നത്? അഡ്സോർപ്ഷനുമായി സിലിക്കൺ ജെല്ലിന് എന്താണ് ബന്ധം? ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മനോഹരമായൊരു വീഡിയോ നമുക്കിപ്പോൾ കാണാം. ആപ്ലിക്കേഷൻ, സിലിക്കൺ ജെല്ലിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക. Just see. Adsorption. You would have noticed little packets of silica gel inside the packaging of all sorts of products like electronics, medicines, etc. that can be affected by moisture. This is because silica gel is a desiccant, a substance which absorbs water, and it is virtually harmless. The silica gel contains millions of tiny pores on its surface, where water molecules tend to accumulate. Once the surface is saturated, the trapped moisture can be driven off by heating the silica gel above 150 degrees Celsius temperature, and the gel can then be reused. This property of silica gel to hold moisture on its surface is called adsorption. എത്ര നന്നായിരുന്നു വീഡിയോ അല്ലേ? ആ കാര്യം നമ്മുടെ മനസ്സിൽ നന്നായി ഇപ്പോഴും ചിത്രമായി പതിഞ്ഞിട്ടുണ്ട്. ഒരു സിലിക്കൺ ജെൽ പാക്കറ്റ്, അതിന് ചുറ്റുമുള്ള മോയ്സ്ചർ കണ്ടന്റിനെ കംപ്ലീറ്റ് ആയി അഡ്സോർബ് ചെയ്ത് തന്റെ സർഫസിൽ വയ്ക്കും. വിച്ച് ഹെൽപ്സ് ടു പ്രിവെന്റ് ദ മെറ്റീരിയൽ ഫ്രം റസ്റ്റിംഗ്. കേടാകുന്നതിൽ നിന്ന് ഇലക്ട്രോണിക് മെറ്റീരിയൽസിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഷൂ ബാഗ് പോലുള്ള മെറ്റീരിയൽസ് ഒക്കെ കേടാകാതെ സഹായിക്കാൻ, മോയ്സ്ചർ കണ്ടന്റ് അഫക്റ്റ് ചെയ്യാതെ സഹായിക്കാൻ ഈ സിലിക്കൺ ജെൽ സഹായിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? അഡ്സോർപ്ഷൻ്റെതാണ്. What will happen when this silica gel, that is SiO2, is replaced by an absorbing material? അഡ്സോർപ്ഷൻ ഉപയോഗിക്കുന്ന SiO2 പകരം അബ്സോർബിംഗ് നേച്ചർ ഉള്ള ഒരു മോളിക്യൂൾ വെച്ചാൽ എന്ത് സംഭവിക്കും? Just see another video in which we are replacing SiO2 with an absorbing material which is PCl5. Please note the video. Adsorption should not be confused with another term with which we are more familiar, that is, absorption. To understand the difference between the two effects, imagine silica gel bags being replaced with phosphorus pentachloride, PCl5. Phosphorus pentachloride also possesses the property of holding moisture
But unlike silica gel, the water molecules, instead of getting absorbed on its surface only, get uniformly distributed throughout the body of the PCl5. This property, where the particles get uniformly distributed in the bulk of another material, is called absorption. During absorption, PCl5 molecule undergoes hydrolysis to give POCl3 and HCl. This makes the crystals wet and hence they are unable to protect the electronic gadget. What an interesting video it was. Right. PCl5 absorbing nature ഉള്ള ഒരു molecule ആണ്. എന്താണ് സംഭവിച്ചത്? മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്തു, തുടർന്നത് അബ്സോർപ്ഷൻ നടത്തി. അബ്സോർപ്ഷന്റെ ഫലമായി PCl5ലെ ഫോസ്ഫറസും ക്ലോറിനും ഓക്സിജനുമായി ഒരു കെമിക്കൽ ബോണ്ട് ഫോം ചെയ്തു. നമുക്ക് ഈ പ്രോസസ്സിനെ ഹൈഡ്രോളിസിസ് ഓഫ് PCl5 എന്ന് വിളിക്കാം. എന്തായിരുന്നു അതിന്റെ റിയാക്ഷൻ? PCl5 reacts with H2O. What was the result? Which forms POCl3 and HCl. Balancing their equation, there was 2HCl. Okay, PCl5 hydrolyzed, we get POCl3 and HCl. അതുകൊണ്ടാണ് PCl5 മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്താൽ HCl എന്ന് പറയുന്ന ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് PCl5 നമ്മൾ കുറച്ച് മോയ്സ്ചർ ഉള്ള സ്ഥലത്ത് തുറന്നു വെച്ചാൽ അത് ഫ്യൂം ചെയ്യും. HCl എന്ന് പറയുന്ന ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അബ്സോർപ്ഷനും അഡ്സോർപ്ഷനും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് സിലിക്കൺ ജെല്ലിന്റെയും PCl5ന്റെയും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്കിപ്പോൾ കുറച്ച് ക്ലിയർ ആയി അല്ലേ, വ്യക്തമായി ക്ലിയർ ആയി, ശരിയല്ലേ? അഡ്സോർപ്ഷന്റെ ഒരു ആപ്ലിക്കേഷനാണ് ഈ സിലിക്കൺ ജെൽ. അഡ്സോർപ്ഷൻ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന മറ്റ് ചില സന്ദർഭങ്ങൾ നിങ്ങൾക്കൊന്ന് ആലോചിക്കാമോ? അടുത്ത ക്ലാസ്സിൽ അഡ്സോർപ്ഷൻ നടത്തുന്ന നമ്മുടെ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന ചില സന്ദർഭങ്ങൾ ആലോചിച്ച് കണ്ടെത്തി കൊണ്ടുവരിക. What about our fourth point? Mechanism of adsorption. That's our fourth point. Mechanism of adsorption. എങ്ങനെയാണ് അഡ്സോർപ്ഷൻ നടക്കുന്നത്? എന്തുകൊണ്ടാണ് അഡ്സോർപ്ഷൻ നടക്കുന്നത്? നമുക്ക് അഡ്സോർപ്ഷൻ എങ്ങനെ നടക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ കാണാം. Let's now understand adsorption and its mechanism in detail. Adsorption is a surface phenomenon. It arises due to the unbalanced forces present on the surface of solids and liquids. To understand this, take a piece of charcoal and observe an atom present in the bulk of it. As you can see, it is uniformly attracted from all sides by the neighboring atoms. As a result, there is no net pull on this atom. Whereas, an atom lying near the surface, also known as a surface atom, is attracted only by the atoms below and around, as there are no atoms above it. Therefore, the surface atoms experience a resultant downward attractive force within the solid. Similar inward forces of attraction exist on the surface of a liquid also. As a result, the surface of a solid or a liquid tends to balance its residual forces by attracting or retaining molecules other than itself. Such a retention of molecules results in adsorption. സോളിഡ്സിലും ലിക്വിഡ്സിലും എങ്ങനെയാണ് അഡ്സോർപ്ഷൻ നടക്കുന്നത് എന്നാണ് നാം ഇപ്പോൾ കണ്ടത് അല്ലേ? ഒരു മോളിക്യൂളിന് അതിന്റെ 4 സൈഡിലേക്കും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യും, ശരിയല്ലേ? നാം വീഡിയോയിൽ കണ്ടതുപോലെ 4 സൈഡിലേക്കും അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സിസ്റ്റ് ചെയ്യും. എന്നാൽ സർഫസിൽ ഇരിക്കുന്ന ഒരു മോളിക്യൂളിനെ സംബന്ധിച്ച് എന്താണ് പ്രത്യേകത? അതിന് 3 സൈഡിലേക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളൂ. എനിക്ക് മേലേക്ക് വരക്കാൻ കഴിയാത്തതുപോലെ ഒരു സർഫസ് മോളിക്യൂളിനെ സംബന്ധിച്ച് അതിന്റെ മുകളിലേക്കുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അതിന് നില്ലാണ്. അത് അപ്ലൈ ചെയ്യാൻ ആരുമില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഈ മോളിക്യൂൾ ഇതിന്റെ നൈബറിംഗ് ആയ മെറ്റീരിയൽസിനെ എന്ത് ചെയ്യും? വിളിച്ചു വരുത്തും. എന്തിനു വേണ്ടിയാണ്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി.
അപ്പോൾ അതുകൊണ്ട് സർഫസിലിരിക്കുന്ന മോളിക്യൂൾസ് എന്ത് ചെയ്യും? നൈബറിംഗ് മോളിക്യൂൾസിനെ അതിന്റെ സർഫസിലേക്ക് ഇൻടേക്ക് ചെയ്യിക്കും. എന്തിനു വേണ്ടിയാണ്? അതിന്റെ സറൗണ്ടിങ്സിലുള്ള ഫോഴ്സ്, അപ്വേർഡ് ഫോഴ്സ് എന്ത് ചെയ്യാൻ? ബാലൻസ് ചെയ്യാൻ. അതുകൊണ്ടാണ് ലിക്വിഡ്സിലും സോളിഡ്സിലും അതിന്റെ സർഫസിൽ മറ്റുള്ള മോളിക്യൂൾസിന് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇൻടേക്ക് ചെയ്യപ്പെടാൻ കഴിയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? മെക്കാനിസമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സർഫസിലെ മോളിക്യൂൾസിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സ് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ സറൗണ്ടിങ് മോളിക്യൂൾസിനെ അക്യുമുലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ. എന്താണ് നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ്? ഫിഫ്ത്ത് പോയിന്റ്, സോർപ്ഷൻ. വാട്ട് ഈസ് സോർപ്ഷൻ? ഈ അബ്സോർപ്ഷനിലെയും അഡ്സോർപ്ഷനിലെയും ഒക്കെ ആദ്യത്തെ രണ്ട് വേർഡ് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള വേർഡാണ് എന്ത്? സോർപ്ഷൻ അല്ലേ? ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ എക്സാമ്പിൾ, നമ്മളൊരു സർഫസിലെ ഒരു ടേബിളിൽ ഒരു ക്ലോത്ത് വെച്ച് തുടയ്ക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ആദ്യം ഈ വാട്ടർ മോളിക്യൂൾസ് ഇതിന്റെ സർഫസിലാണ് കോൺടാക്ട് ചെയ്യുന്നത്. നമ്മൾ തുടയ്ക്കുന്ന തുണിയുടെ സർഫസിൽ കോൺടാക്ട് ചെയ്യും. പിന്നെ അതിന് എന്ത് സംഭവിക്കും? പതുക്കെ അത് ഉള്ളിലേക്ക് കയറും അല്ലേ? രണ്ട് പ്രൊസീജിയർ ഒരുമിച്ച് നടക്കുന്നു, ശരിയല്ലേ? ഫസ്റ്റ് അഡ്സോർപ്ഷൻ ലീഡ്സ് ടു അബ്സോർപ്ഷൻ. Adsorption leads to absorption. That process is known as sorption. Absorption ഒരുമിച്ച് നടക്കുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സോർപ്ഷൻ എന്ന് വിളിച്ചത്. സോർപ്ഷൻ, adsorption leads to absorption. It is known as sorption. Is it clear? ഈ ക്ലാസ്സിൽ നമ്മൾ 5 കാര്യങ്ങളാണ് പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? Just rewind. What is adsorption? What is adsorption? What is adsorption? Adsorption is intaking of or accumulation of substance into the surface. Second point was difference between adsorption and absorption. നമ്മൾ 2 കോളമായി 3 ഡിഫറൻസുകളെ പഠിച്ചു. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? Third point was application of adsorption. നമ്മൾ സിലിക്കൺ ജെൽ എടുത്താണ് application of adsorption explain ചെയ്തത്. Fourth point, how the adsorption occurs or mechanism of adsorption. And fifth point, sorption. Adsorption കുറിച്ചുള്ള ഈ 5 കാര്യങ്ങൾ തറവായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Have you any doubts? Okay, ഇല്ല. Adsorption എല്ലാം ഒരേപോലെ അല്ല നടക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള അഡ്സോർപ്ഷൻ നമുക്ക് 2 വിധത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫിസിക്കൽ അഡ്സോർപ്ഷൻ, 2 കെമിക്കൽ അഡ്സോർപ്ഷൻ. ഏതൊക്കെയാണ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ, ഏതൊക്കെയാണ് കെമിക്കൽ അഡ്സോർപ്ഷൻ? എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 ഡിഫറൻസുകൾ വന്നത്? വി വിൽ ഡിസ്കസ് ഇറ്റ് ഓൺ നെക്സ്റ്റ് ക്ലാസ്. നമുക്കെന്താ ഇന്ന് അവസാനിപ്പിക്കാം. താങ്ക് യു.